ഭാവി വാർത്തെടുക്കുന്ന ഒരു അധ്യാപിക, ഓട്ടിസം ബാധിച്ച കുട്ടികളെ സ്നേഹത്തോടെ പഠിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്ന മറ്റൊരു അധ്യാപിക. ഈ രണ്ട് അധ്യാപകരെ കണ്ടാൽ ആദരവോടെ അല്ലാതെ ആരും സംസാരിക്കില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം വടകര പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചു. സഹപ്രവർത്തകർക്ക് പോലും യാതൊരു സംശയവും തോന്നിക്കാത്ത രണ്ട് അധ്യാപികമാർ ലക്ഷങ്ങളുടെ ലഹരി ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നത് കേരളക്കരയെ ആകെ ഞെട്ടിച്ചു. കോഴിക്കോട് നടന്നത് സിനിമയെ വെല്ലുന്ന കഥ. എല്ലാം തുടങ്ങുന്നത് ഒരു സാധാരണ പോലീസ് പരിശോധനയിൽ നിന്നാണ്. വടകര പോലീസ് ലഹരി മരുന്നുമായി ഒരാളെ പിടികൂടുന്നു. റിസ്വാൻ എന്നയാളെയാണ് പിടികൂടിയത്. അയാളെ ചോദ്യം ചെയ്തതോടെയാണ് ഈ അധ്യാപികമാരുടെ പങ്ക് പുറത്തു വരുന്നത്. ആദ്യ നോട്ടത്തിൽ ഇത് പതിവ് MDMA കേസുകളിൽ ഒന്ന് മാത്രമാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പോലീസിന് മുൻപിൽ പുതിയ പേരുകൾ തെളിഞ്ഞു. ആ പേരുകൾ കേട്ട ഉദ്യോഗസ്ഥർ പോലും ഒരു നിമിഷം വിശ്വസിച്ചില്ല. കാരണം അത് രണ്ട് അധ്യാപികമാരുടെ പേരുകളായിരുന്നു. ഒരാൾ ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യ, മറ്റൊരാൾ സ്കൂളുകൾ തോറും കായിക പരിശീലനം നൽകുന്ന അധ്യാപിക കീർത്തന. ഇരുവരും വിദ്യാഭ്യാസ മേഖലയിൽ പേരെടുത്തവരും അറിയപ്പെടുന്നവരും. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ 2016 മുതൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. പേരാമ്പ്ര BRCക്ക് കീഴിലെ താൽക്കാലിക അധ്യാപികയായ കീർത്തന വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകാൻ പോകുന്ന സൗകര്യം മുതലെടുത്താണ് MDMA കച്ചവടം നടത്തിയിരുന്നത്. സഹപ്രവർത്തകർ പറയുന്നത് ഇവർ തമ്മിൽ എപ്പോഴും ഒരുമിച്ചായിരുന്നു എന്നാണ്. ഒരാൾക്ക് മറ്റൊരാൾ വലിയ പിന്തുണയും. ഇരുവർക്കുമെതിരെ സഹ അധ്യാപകർക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. രണ്ടുപേരും ദാമ്പത്യബന്ധം വേർപിരിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങളും ദാമ്പത്യ പ്രതിസന്ധികളും പരസ്പരം പങ്കുവയ്ക്കാനും ആശ്വസിപ്പിക്കാനുമാണ് ഇരുവരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത് എന്നായിരുന്നു ഒപ്പം ജോലി ചെയ്തിരുന്നവർ കരുതിയിരുന്നത്. എന്നാൽ ആ സൗഹൃദത്തിന്റെ മറവിൽ നടന്നിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമായിരുന്നു. പോലീസ് പറയുന്നതും അതുതന്നെ. ഈ സൗഹൃദം മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതായിരുന്നു. ലഹരി ഇടപാടുകൾ ഏകോപിപ്പിക്കാനായിരുന്നു ഈ സൗഹൃദം ഇരുവരും കൊണ്ടു നടന്നത്. ഉപഭോക്താക്കളുമായി നേരിട്ട് കണ്ടുമുട്ടുന്നത് പരമാവധി ഒഴിവാക്കുകയായിരുന്നു ഇവരുടെ രീതി. അതിനു പകരം ഇവർ ഡിജിറ്റൽ മാർഗം ഉപയോഗപ്പെടുത്തി. ആദ്യം പണം, ശേഷം ലൊക്കേഷൻ. പണം ലഭിച്ചാൽ ലഹരി ഒളിപ്പിച്ചിരുന്ന സ്ഥലത്തിന്റെ വിവരം ലൊക്കേഷൻ വഴി അയക്കും. അവിടെ എത്തിയാൽ സംഘത്തിലെ മറ്റൊരാൾ സാധനം കൈമാറും. ഇതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേസിൽ നിർണായക വഴിത്തിരിവായത് ബാങ്ക് അക്കൗണ്ടുകളാണ്. ഒരു അക്കൗണ്ടിലേക്ക് വന്ന പണം പിന്നീട് മറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. പണം മറച്ചുവെക്കാനായിരുന്നോ അതോ ശ്രദ്ധ തിരിക്കാനായിരുന്നോ എന്ന കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. കീർത്തന അറസ്റ്റിലായ വിവരവും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന കാര്യവും പുറത്തു വന്നതോടെ കാവ്യ സ്കൂളിലെത്തി ബഹളം വെച്ച് ഭയം മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. കീർത്തനയുമായി തനിക്ക് വെറും സൗഹൃദം മാത്രമാണെന്നും ലഹരി സംഘവുമായി ബന്ധമില്ലെന്നുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ കാവ്യ വാദിച്ചിരുന്നത്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും പുറത്തു വന്നതോടെ കാവ്യയ്ക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ സഹപ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമാണ്. 2 വർഷം മുൻപ് ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവ്യയ്ക്ക് ചികിത്സയ്ക്കായി ജില്ലയിലെ നിരവധി അധ്യാപകർ ചേർന്ന് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. അവരെ സഹായിച്ച അതേ ആളുകളാണ് ഇന്ന് ഈ വാർത്ത കേട്ട് ഞെട്ടിയത്. ഇതിനിടെ അടുത്ത കാലത്ത് വാങ്ങിയ ആഡംബര കാർ ചിലരുടെ ശ്രദ്ധയിലും പെട്ടിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിദേശത്തുള്ള സഹോദരൻ്റേതാണെന്നാണ് പറഞ്ഞത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. പോലീസ് അന്വേഷണം ശക്തമായതോടെ കേസിൽ പുതിയ വിവരങ്ങൾ പുറത്തുവന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ ലഹരി ശൃംഖലയുമായി ബന്ധമില്ലെന്നും പരസ്പരം സുഹൃത്തുക്കൾ മാത്രമാണെന്നുമായിരുന്നു വിശദീകരണം. എന്നാൽ ബാങ്ക് രേഖകളും ഡിജിറ്റൽ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. തുടർന്നാണ് നടപടികൾ ശക്തമായത്. എന്നാൽ മറ്റൊരു സംശയവും കൂടി ഈ കേസിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത് 2 പേരിൽ മാത്രം ഒതുങ്ങുന്ന ശൃംഖലയാണോ അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും വലിയ റാക്കറ്റുകളുടെ പിടിപാടുണ്ടോ എന്നത്. പോലീസ് സംശയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വിതരണ ശൃംഖലയുമായി ബന്ധമുണ്ടോ എന്നത് തന്നെയാണ്. ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയുമാണ്. കേസിൽ അറസ്റ്റിലായ ഒരു അധ്യാപികയെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റേയാളുടെ സേവനവുമായി ബന്ധപ്പെട്ട നടപടികളും ഇതിനകം തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ഇതോടെയാണ് വിദ്യാഭ്യാസ മേഖലയിലും വലിയ ചർച്ചകൾ ആരംഭിച്ചത്.
ഒരു അധ്യാപകന്റെ വ്യക്തിജീവിതം സമൂഹത്തിൽ എത്രമാത്രം വിശ്വാസം സൃഷ്ടിക്കുന്നുവോ അതേ വിശ്വാസം തകരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും അത്ര വലുതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന എല്ലാ വിവരങ്ങളെയും അന്വേഷണ ഘട്ടത്തിലെ വിവരങ്ങളായി മാത്രമാണ് കാണേണ്ടത്. കോടതി വിചാരണ പൂർത്തിയാകുകയും കുറ്റം നിയമപരമായി തെളിയിക്കുകയും ചെയ്യുന്നതുവരെ ആരെയും അന്തിമമായി കുറ്റക്കാരനായി കാണാനാകില്ല. എന്നിരുന്നാലും കുട്ടികൾക്കും ഒരു സമൂഹത്തിനും ഒരുപോലെ മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് സ്കൂളിൽ അയക്കും എന്നൊരു ചോദ്യം ശക്തമാവുകയാണ് ഇപ്പോൾ.